ഈ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ പ്രധാന പത്രങ്ങളിലെല്ലാം വന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു വീട്ടിൽ മാസങ്ങളുടെ പഴക്കമുള്ള ഒരു അസ്ഥികൂടം കണ്ടെത്തി. അപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലായത് ആ വീട്ടിനകത്ത് ഈ ഒരു ആൾ മാത്രമേ താമസമുണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എപ്പോഴോ അവിടെ മരിച്ചുപോയതാണ്. ആ മരിച്ചുപോയത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹം രാത്രി എപ്പോഴുമാണ് മരിച്ചുപോയത്. ആ മരിച്ചുപോയതിന് ആരും ശ്രദ്ധിച്ചതേയില്ല. അയൽപക്കത്തു നിന്നും ആരും ശ്രദ്ധിച്ചില്ല. മാസങ്ങൾക്ക് ശേഷം ആരോ ആവശ്യക്കാരെന്തോ അന്വേഷിച്ചപ്പോഴാണ് വീട് അടച്ചുപൂട്ടിയത് നിലയിൽ കണ്ടത്. അപ്പോൾ പുറത്ത് എന്തോ ഒരു നേരിയ ദുർഗന്ധം വരുന്നത് കണ്ടിട്ടാണ് പോലീസിൽ അറിയിച്ച് പോലീസുകാർ വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഈ അസ്ഥികൂടം മാത്രമായിട്ട് അവശേഷിച്ച് അവിടെ കണ്ടത്. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു വീട്ടിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാത്ത ഒരു തലമുറ നമ്മുടെ ചുറ്റും വളർന്നു വരികയാണ്. നമ്മളിങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ അയൽപക്കത്തെ സുഖദുഃഖങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ക്ഷേമകാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് അവിടെ എന്താ കറി വെക്കുന്നത്, എന്താണ് ഇന്നത്തെ കാര്യങ്ങൾ എന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചു ചോദിക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. ഇന്ന് നമ്മൾ ഈ കേരളത്തിൻ്റെ പഴയ ഗ്രാമീണ സൗന്ദര്യം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീട്ടിൻ്റെ നിന്ന് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുന്ന അമ്മൂമ്മമാരും ഒക്കെ ആയിരുന്നു. അതിന് പകരം ഇപ്പോൾ ആരുമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് ചന്ദ്രനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ട്, മറ്റ് ഗ്രഹങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ട്. പക്ഷേ തൊട്ടയൽപക്കത്ത് എന്ത് നടക്കുന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു ബോധ്യമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തൊട്ടടുത്ത വീട്ടിലേക്കും രാവിലെ ആകുമ്പോൾ വേണമെങ്കിൽ വാട്സാപ്പിലൂടെ സുപ്രഭാത ആശംസകൾ അറിയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അല്ലാതെ മനുഷ്യർ പരസ്പരം ബന്ധപ്പെട്ട് ആ ഒരു ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ അപകടകരമായ രീതിയിലേക്ക് നമ്മൾ പോകുന്നു എന്ന് നാം തിരിച്ചറിയണം. ഈ പത്രവാർത്ത സത്യത്തിൽ വായിച്ചിട്ട് 2 ദിവസം ഞാൻ വല്ലാതെ വ്യാകുലപ്പെടുകയാണ് ചെയ്തത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കാരണം നമ്മുടെ കുട്ടികളൊക്കെ പലരും വിദേശത്തും അവിടെയൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ വല്ലപ്പോഴും വിളിച്ചാൽ ബന്ധപ്പെടുക, വിളിച്ചില്ലെങ്കിൽ അതും അറിയുന്നില്ല. മക്കളില്ലാത്തവരതും അറിയുന്നില്ല. തൊട്ടടുത്ത വീട്ടുകാരും അന്വേഷിക്കുന്നില്ല. ഒരു മനുഷ്യൻ അവിടെ മരിച്ചിട്ട് അതിൻ്റെ അസ്ഥികൂടമാവുന്നത് വരെ ഒരു മനുഷ്യൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഞെട്ടലോടുകൂടി വേണം നമ്മൾ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച് വിലയിരുത്താൻ. ബാക്കി എന്തൊക്കെ പുരോഗതിയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇതൊരു വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെ നാം കാണേണ്ടിയിരിക്കുന്നു.